പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, 2-3 ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ഉണ്ടു. ആ വീഡിയോയിൽ പാസ്റ്റർ സജി വർഗീസ് ബാംഗ്ലൂർ പറയുന്നത്, യാക്കോബായ സഭയിലെ അച്ഛൻ മാമോദീസ കൊടുക്കുമ്പോൾ അവിടെ ഒരു സർക്കസ് നടത്തുകയാണെന്ന് അദ്ദേഹം പറയും. ഞാനിപ്പോൾ ഒരു 5-6 വീഡിയോ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിനെതിരായിട്ടിട്ടിരുന്നു. ഒരു മറുപടി കിട്ടിയിട്ടില്ല. മറുപടി കിട്ടുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. പറയേണ്ട കാര്യം ശരിയായിരിക്കണമെന്ന് മാത്രം. എനിക്ക് തെറ്റ് തിരുത്താലോ, അദ്ദേഹത്തിന് തെറ്റ് തിരുത്താം, എനിക്കും തെറ്റ് തിരുത്താം. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നിർത്തിയതാണ്. പക്ഷേ അവിടെ സർക്കസ് കാണിക്കുകയാണ്. അച്ഛൻ മോറം പൂശുന്നതും മുദ്രയിടുന്നതും കുരിശ് വരയ്ക്കുന്നതും വെള്ളത്തിൽ ഇരുത്തുന്നതും ഒക്കെ സർക്കസാണെന്ന് അദ്ദേഹം പറയണം. എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് കളിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഭയിലേക്ക് ആളുകൾ കൂട്ടത്തോടെ അങ്ങോട്ട് വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. കർത്താവ് പ്രായശ്ചിത്ത യാഗമായി അർപ്പിച്ച ക്രൂശിലെ ബലി മുഖാന്തരം അതിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ഫലം അല്ലെങ്കിൽ അതുമൂലമുണ്ടായ യോഗ്യത ശിശുക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. സർവ്വജനത്തിന് വേണ്ടിയിട്ടാണ് അവൻ മരിച്ചത്. സർവ്വജനത്തിന് വേണ്ടിയിട്ടാണ് അവൻ മനുഷ്യാവതാരം എടുത്തത്. അതിൽ കുഞ്ഞുങ്ങളെയൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയേണ്ടി വന്നാൽ ഖേദിക്കണം. അതിൽ സർക്കസ് പറയുമ്പോഴാണ് എനിക്കത് സഹിക്കാൻ പറ്റേണ്ടത്. പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു വരക്കുന്നു. ഓരോ ശ്രീയോർ എത്ര സത്യമാണ്. ഇപ്പോഴും ഓരോ പുതിയ അവതാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഏത് സഭയിൽ അംഗമാണെന്ന് പോലും വെക്കാണ്ട് പറയില്ല. പെന്തക്കോസ്തുകാരെ കുറ്റം പറയും, യാക്കോബക്കാരെ കുറ്റം പറയും, മർത്തോമാ സഭയിൽ കുറ്റം പറയും, കത്തോലിക്കരെ കുറ്റം പറയും. എല്ലാവരും പഠിച്ചോ 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 പഠിച്ചോ. ഞാൻ പറയുന്നത് എല്ലാവരും പഠിച്ചോ. എന്തായി പറയണം. ഒരു സമാഗമന കൂടാരമുണ്ട് അദ്ദേഹത്തിന്. ഒരിക്കൽ പറയും അതിൻ്റെ വാതിൽ ക്രിസ്തുവാണോ അതെന്ന് പറയും. പിന്നെ പറയും ആ വാതിൽ വചനാണെന്ന് പറയും. ഏതെങ്കിലും ഒന്നിനെ ഉറച്ചു വെക്കണ്ടേ. അവസാനം സമാപന കൂടാരത്തിൽ കൂടെ അവസാനിപ്പിക്കണം. ഒന്നും പറയാൻ കിട്ടാണ്ട് വരുമ്പോൾ കൂടാരത്തിലേക്ക് പോയിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വരും. അദ്ദേഹത്തിൻ്റെ ചില വ്യാഖ്യാനങ്ങളുണ്ട്. ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്. അതിലേക്ക് വേണ്ടി ഒരു ദിവസം ഞാൻ വരാൻ വേണ്ടി. സമാപന കൂടാരം എന്താണെന്ന് എനിക്കും അറിയാം, എൻ്റെ വ്യാഖ്യാനം അറിയാം. ഇത് സർക്കസ് അല്ല ഭാഷയെ, അത് മനസ്സിലാക്കും. അയോഗ്യതായ കുഞ്ഞിനുണ്ട്, പക്ഷെ അത് കുഞ്ഞിന് പറയാൻ പറ്റൂല. മത്തായി 28:18 പറയണ്ടല്ലോ, നിങ്ങൾ സ്നാനം കൊടുത്ത് പഠിപ്പിക്കാൻ പറയണ്ടല്ലോ. സ്നാനം കൊടുത്ത് പഠിപ്പിക്കണം. അപ്പോൾ ഈ കൊച്ചിന് അവൻ്റെ വിശ്വാസവും അനുതാപവും ഏറ്റുപറച്ചിലും വേണം. ഏറ്റുപറയണമെന്ന് പൗലോസിലേ പറഞ്ഞിട്ടുണ്ട്. അത് പറയണം. പ്രായമായുള്ളവർക്ക് മാത്രമാണ് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ശിശുക്കൾക്ക് മാമോദീസ കൊടുക്കാൻ പാടില്ല എന്ന് പൗലോസിലേ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട. ഈ കുട്ടിക്ക് അതിനുള്ള അർഹതയുണ്ട്. രക്ഷപ്പെടാനുള്ള മരുന്ന് അലമാരിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ രോഗം മാറാനുള്ള മരുന്ന് അലമാരിൽ ഇരിപ്പുണ്ട്. അത് എല്ലാവർക്കുമായിട്ട് കർത്താവ് കൊണ്ടുവച്ചേക്കണതാണ്. അത് ആ മരുന്ന് കുടിച്ചെങ്കിലല്ലേ ആ രോഗം മാറുകയുള്ളൂ. ഈ കുട്ടിക്കും ആ മരുന്ന് കൊടുക്കണം. കുട്ടിയിൽ ആദാമ്യ ഭാവമുണ്ട്. പാസ്റ്റർ അതാദ്യം മനസ്സിലാക്കുക. ആദാമ്യഭാവത്തെ പറ്റി പാസ്റ്ററൊന്നും പറയാറില്ല, ഞാൻ കേൾക്കാറില്ല കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അത് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ നിങ്ങളുടെ സഭയിൽപ്പെട്ട ഒരാൾ ആദാമ്യഭാവം ഇപ്പോഴും നിലനിൽക്കാണ്. ഈ പാസ്റ്റർക്ക് നിലനിൽക്കാണ്. ആദ്യം യാക്കോബോസായിലെ നല്ലൊരു മെമ്പറായിരുന്നു. വചനം പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പെന്തക്കോസ്തുകാരുടെ പാട്ടും അവരുടെ വികാരവും അങ്ങോട്ട് ഉൾക്കൊണ്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ ശരിക്കും മാമോദീസ കിട്ടിയതൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ അതുമില്ല ഇതുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഈ ദുരുപദേശം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്.
ദുരുപദേശം ഉണ്ടാക്കുന്നത് ആരാ? ദുരാത്മാവാണെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോഴും ഞങ്ങളതിന് മറുപടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഏറ്റുപറച്ചിലും അനുതാപമൊക്കെ വേണം. അതുകൊണ്ടാണ് തലതൊട്ടപ്പന്മാരെ ഏൽപ്പിക്കുന്നത്. തലതൊട്ടപ്പൻ അല്ലെങ്കിൽ വേറെ പേരുകളുണ്ടാവും. അതിനും ഭാഷ കളിയെ കാണും. ചിലത് തലതൊട്ടപ്പനാണ്, ചിലത് വേറെ പേരുകളാണ്. എന്താ ഈ പറയുന്നത്? ഇത്രയും പൂർണ്ണമായൊരു മനുഷ്യൻ, കർത്താവിന് പോലും ഇത്രയും പൂർണ്ണതയില്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് പൂർണ്ണനാണ് അദ്ദേഹം. ആ സംസാരം കേട്ട് കഴിയും. ഏറ്റുപറച്ചിലും അനുതാപം കൊച്ചിനും വേണം. അപ്പോൾ കൊച്ചുകുട്ടിക്ക് എങ്ങനെയാണേ യോഗ്യത അവനിലുള്ളതുകൊണ്ട് അവനത് ഏറ്റുപറയണം. അവന് പറയാൻ പറ്റാത്തതുകൊണ്ട് തലതൊട്ടപ്പന്മാരെ ഏൽപ്പിക്കും. ഏൽപ്പിച്ചാൽ മാത്രം പോരാ, കൊച്ചിന് തിരിച്ചറിവ് വരുന്നത് വരെ അവനെ പഠിപ്പിക്കാൻ ഈ തലതൊട്ടപ്പൻ ബാധ്യസ്ഥനാണ്. അതാണ് തലതൊട്ടപ്പൻ്റെ പ്രധാന ചുമതലയും. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന സഭയിൽ നിന്ന് മാത്രമേ തലതൊട്ടപ്പനാക്കുള്ളൂ, വേറെ ആരെയാക്കൂല. അവൻ പഠിപ്പിക്കാവുന്നവനെ ഏൽക്കുകയും ചെയ്യണം. കർത്താവ് 28:18 മത്തായി സ്ഥാനം കൊടുത്ത് പഠിപ്പിക്കാമല്ലോ പറഞ്ഞ, പഠിപ്പിച്ചിട്ട് സ്ഥാനം കൊടുക്കാനും അത് വേറെ പറഞ്ഞിട്ടുണ്ട്. വൈദ്യ ശിശുക്കളെ ഉദ്ദേശിച്ച ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രായമുള്ളവരെ ഉദ്ദേശിച്ച് വേറെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണം ധരിക്കാൻ, അല്ലാണ്ട് ഇങ്ങനെ മനസ്സിലാക്കണം. ഈ പ്രായമുള്ളവരെ ഞങ്ങളെ ബാബുദീസ മുക്കിയാലും തലതൊട്ടപ്പനുണ്ട്. കാരണം അവൻ വിശ്വാസത്തിൽ ശിശുവാണ്. അവനെ വളർത്തിക്കൊണ്ടുവരാണ്ട് ചുമതലയിൽ തലതൊട്ടപ്പനുണ്ട്. എത്ര വയസ്സായാലും 40 വയസ്സായാലും മൂങ്ങണ സമയത്ത് തലതൊട്ടപ്പൻ വേണം. ആ തലതൊട്ടപ്പൻ്റെ ഇടതൈ കൊണ്ട് ഇടതൈ പിടിച്ച്, കൊച്ചിൻ്റെ ഇടതൈ പിടിച്ച് പടിഞ്ഞാറോട്ടേക്ക് തിരുന്ന് പറയിപ്പിക്കുകയാണ്. തലതൊട്ടപ്പനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. സാധാരണ മാമോദിസ പോകുന്ന വർഗീയസകത്ത് ഞാൻ സാധാരണ നിന്നെയും നിൻ്റെ സഹസൈന്യങ്ങളെയും നിന്നുള്ള സ്ഥലദൂതന്മാരെയും നിൻ്റെ സ്ഥലവന്യരെയും ഉപേക്ഷിക്കുന്നു. ഓരോന്നും പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുക. ധൃതി അടിച്ച് ചിലപ്പോൾ അച്ഛന്മാർ ചെയ്യും. എനിക്ക് ആ തെറ്റ് പറ്റിയിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോന്നും നിർത്തി അവരെ കൊണ്ട് പറയിപ്പിക്കണം. സാധാരണ ഉപേക്ഷിക്കുന്നു പറയണം. നിങ്ങളുടെ ആളുകൾ വെള്ളത്തിൽ വെക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ കേൾക്കാറില്ല കേട്ടോ. സാത്താനിൽ അവനുണ്ട്, അവനിൽ പാപമുണ്ട്, ആദാമി പാപം അവനിലുണ്ട്. അതുകൊണ്ട് പാപമോചനത്തിന് അവൻ അർഹനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ. അത് പടിഞ്ഞാറ് വശം സാത്താൻ്റെ വശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ സാത്താൻ ഉപേക്ഷിക്കുന്നത് സാത്താന് നേരിട്ട് സാത്താനോട് പറയുന്ന രീതിയിലാണ്. നമ്മുടെ പള്ളിയിലെ മുമ്പിലൊക്കെ ഒരു കുരിശ് കാണാം. സാത്താൻ ഈ കുരിശ് കാണുമ്പോൾ ഇത് പള്ളിയാണെന്ന് പറഞ്ഞ് ഓടിപ്പോക്കോളും. അപ്പോൾ വാസ്തവിക്ക് ഈ കിഴക്ക് വശത്ത് തോന്നാലോ, തെക്ക് വശത്ത് തോന്നാലോ, വടക്ക് വശത്ത് തോന്നാലോ സാത്താൻ വരില്ലേ? പള്ളിയുടെ പ്രധാന വാതില് പടിഞ്ഞാറ് വശ സഭാപന കൂടാരത്തിന് കിഴക്കായിരുന്നു. അതിന് വ്യത്യാസമുണ്ട്, അത് വാസ്തവക്കറിയാലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം, പിന്നെ പറഞ്ഞു വരാനുണ്ട്, പെട്ടെന്ന് നിർത്തൂല അത്. പിന്നെ കിഴക്ക് വശത്തേക്ക് കൊച്ചിൻ്റെ മുഖം തിരിച്ചു വെച്ച് വലതേശ് പിടിക്കുന്നു. അച്ഛൻ ചൊല്ലിക്കൊടുക്കുന്നു, പരീസാകുന്ന ഞാൻ സാധാരണ മാമോദിസ വെക്കുന്ന പരീസാകുന്ന ഞാൻ വിശാഖന്മാരായി നിന്നിലും പരിശുദ്ധന്മാരെ ദീർഘദർശിമാരും പിതാക്കന്മാരും മുഖാന്തരം അവരാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിൽ ചേർന്ന് വിശ്വസിക്കും. നിർത്തിയെന്ന് പറയണം. അവസാനം പറയണം, സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു. സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു. സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു. അപ്പോൾ കിഴക്ക് വശം ദൈവിക വശമാണ്. നമ്മൾ കിഴക്ക് ആൾക്കാരെയും മധുവയും കാര്യങ്ങളൊക്കെ വരുന്നു. അതുകൊണ്ട് ദൈവത്തോട് പറയണം, യേശു മിശിഹായോട് പറയണം, ഞാൻ സാത്താനെ ഉപേക്ഷിച്ചു, കർത്താവെ അങ്ങ് ഞാൻ സ്വീകരിക്കുന്നു. അത് കുട്ടിക്ക് പറയാൻ കഴിവില്ലെങ്കിലും പറഞ്ഞേ തീരും. അങ്ങനെയാണ് വചനം പറയുന്നത്. മുതിർന്നവർക്ക് അത് പറയാവുന്നൊന്നും വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. കർത്താവിൻ്റെ ക്രൂശ് വരാനുള്ള യോഗ്യത എല്ലാ കുട്ടികൾക്കും. നിങ്ങൾ പറയും 16-18 വയസ്സ് പ്രായമായാലേ മാമോദിസം നോക്കാൻ പാടുള്ളൂ. അപ്പം അതിനു മുമ്പേ കുട്ടി മരിച്ചു പോയാലോ? കോടിക്കണക്കിന് കുട്ടികൾ 2000 കൊല്ലത്തിന് മുമ്പ് ഇതുവരെയും കണക്കാക്കി മരിച്ചിട്ടില്ലേ?
അവരൊക്കെ പാതാളത്തിലേക്ക് തള്ളിയിട്ട് എന്താ അതിശയമേ ദൈവത്തിൻ സ്നേഹം എന്ന് പടം ഒരു ഉൾക്കൂല മനുഷ്യർ. കോടിക്കണക്കിന് ആളുകളെ പാതാളത്തിലേക്ക് നിങ്ങൾ തള്ളിവിട്ടിട്ട് എന്താ അതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേ എന്നൊക്കെ പാടാൻ ഒരു ഉൾക്കൂലേ? അപ്പൊ നിങ്ങൾ പറയും എല്ലാവരെയും ദൈവം, കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം ദൈവം നോക്കിക്കൊള്ളും. ഇപ്പൊ ദൈവത്തിനറിയാം. അങ്ങനെ ഇവിടെ എഴുതിച്ചാണ് കുഞ്ഞുങ്ങളുടെ അടുക്കലെ യഹൂദ സ്ത്രീകള് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അവർ കൊണ്ടുവരണം. പക്ഷെ കർത്താവിന് പ്രാർത്ഥിക്കണ്ട, തലയിൽ കൈവച്ചാൽ മതി. അപ്പൊ ആ കൃപ സ്വീകരിക്കാൻ കൊച്ചിന് അർഹതയുണ്ട്. അതല്ല അതിൻ്റെ അർത്ഥം. ഇത് കൊച്ചിനെ കുളിപ്പിക്കാൻ മുറ പൂശും, അതിനു മുമ്പ് അതിനെ മാമോദിസ തൊട്ടിയിലിരുത്തും. ആ കൊച്ചിനെ ചില സമയത്ത് ഊതണ്ട പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിനെന്ന് യോഹന്നാൻ 20 മുതൽ വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് മേൽ ഊതിയിട്ടാണ്, ആ കർമ്മമാണ് അവർ ഊത്തണത്. നിങ്ങൾക്കൊന്നുമില്ല. എന്നാൽ കർത്താവിന് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഊതിയത്? അവർ കർമ്മം അവിടെ വേണം മാസ്റ്ററെ. അത് മനസ്സിലാക്കണം. മനുഷ്യൻ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു മാധ്യമത്തിൽ കൂടി, ഒരു പ്രതീകത്തിൽ കൂടിയാണ് നമുക്ക് ദൈവകൃപ ലഭിക്കുന്നത്. അത് പിന്നാലെ പറയാം. മുക്കണമെന്ന് മാമോദിസ പറഞ്ഞാൽ മുങ്ങുക അല്ലെങ്കിൽ കഴുകുക. മുങ്ങലും കഴുകലും രണ്ടർത്ഥമുണ്ട്. കുട്ടിയെ അവിടെ കഴുകോട്ട് ചെലുത്തി വടക്കത്തും തെക്കത്തും പടിഞ്ഞാറത്തൊക്കെ തലയിൽ വെള്ളം കോരി ഒഴിച്ച് കൈവച്ച് പ്രാർത്ഥന നടത്തി, അത് മോറോനൊഴിച്ച വെള്ളമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ആദിയിൽ വെള്ളത്തിന്മീത പരിശുദ്ധാത്മാ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പരിവർത്തനത്തിൽ കൂടിയാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായതും ജീവനുണ്ടായതും. ആ ജീവൻ ഇവനും കിട്ടാനാ. കർത്താവിൻ്റെ മരണം മൂലം അദ്രവത്വവും മരണമില്ലായ്മയും മാത്രമല്ല, അവൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ നമുക്ക് ലഭിക്കണം. എന്നാലേ പൂർണ്ണമാവുള്ളൂ. പാപം മാത്രമല്ല, അത് അവൻ്റെ പാപം മൂലം ശാപവും വന്നു. മണ്ണും പറക്കാരെയുമാണ് മുളച്ചു വന്നത്. ആദാം കൃഷി ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടായോ? അങ്ങനെയൊക്കെ അത് ശ്രദ്ധിക്കണം. പിന്നെ റോമർ 8:9 പറയുന്നു, അവൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പരിശുദ്ധാത്മാവില്ലാത്തവൻ എങ്ങനെയാ സ്വർഗത്തിൽ പോകാൻ പറ്റണേ? കൊച്ചാണെന്ന് പറഞ്ഞാൽ അവിടെ സ്വീകരിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനകത്ത് വാക്യം അന്വേഷിക്കലോ? കൊച്ചിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുകൊള്ളാമെന്ന് എവിടെയോ ഒരു വാക്യം പറ. തിരിച്ചറിവ് വരുന്നവരെ ഏത് കുട്ടി മരിച്ചാലും ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോളാം, ഞാൻ അവനെ ആശ്വസിപ്പിച്ചുകൊള്ളാമെന്ന് എവിടെയെങ്കിലും ഒരു വരവുണ്ടോ? നിങ്ങളുടെ മക്കൾ വിശുദ്ധരാണെന്നും പറഞ്ഞ് പിന്നെ എന്തിനാ മാമോദിസമൊക്കെ ചോദിച്ചില്ലേ? അവിടെ വിശുദ്ധരെന്ന് പറയുന്നത് ഈ മാമോദിസ കൊടുക്കുവാൻ അല്ലെങ്കിൽ മാമോദിസ മുങ്ങുവാൻ അവന് അധികാരമുണ്ടെന്നാ, അവകാശമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പരിശുദ്ധ പൗലോസ് പറഞ്ഞത്. അല്ലാണ്ട് അവനെ പരിശുദ്ധരായിട്ട് വാഴിക്കണമെന്നല്ല പറഞ്ഞു. ഞങ്ങളുടെ അച്ഛന്മാരെ മാമോദിസ മുക്കല്ല, അത് ഭാഷക്കറിയാമോ? അതറിയാമല്ല. ഇവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ മാമോദിസ മുങ്ങുന്നു. മുക്കല്ല, അച്ഛൻ മുക്കല്ല, അവൻ മുങ്ങുന്നു. അവനതിന് അവകാശമുണ്ട്, അവൻ്റെ റൈറ്റാണ്. ദൈവം അവൻ റൈറ്റ് അവന് കൊടുത്തേക്കാണ് പുത്രൻ്റെ മരണം മൂലം. മനസ്സിലാക്കണ്ടോ? അപ്പം അച്ഛൻ എന്തിനത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ദൈവാധികാരം കൊടുത്തു. മാമോദിസ മുക്കുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുമായ നാമത്തിൽ മാമോദിസ മുക്കുവാൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു. ആ കാര്യങ്ങൾ പിന്നാലെ പറഞ്ഞു വരും. പിന്നെ എഫേസ്യർ 1:14 സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മെ മുദ്രയിട്ടിട്ടെന്നാണ് പരിശുദ്ധ പൗലോസ് മാമോദിസ ഇങ്ങോട്ട് പറയണേ. നമ്മെ അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആ കർമ്മം വേണം അവിടെ.
അന്ന് പരിശുദ്ധാത്മന്റെ പ്രതീകമായ മൂറൻ കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ മുദ്ര കുത്തപ്പെടുന്നു. 3 പ്രാവശ്യം ഭസ്മോദാവു ദാവറോ റൂഹോവായോ കാലിശ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരായ നാമത്തിൽ മുദ്ര കുത്തപ്പെടുന്നു എന്ന് അതിനർത്ഥമുള്ളൂ. ആ കർമ്മം അവിടെ ആവശ്യമാണ്. കർമ്മത്തിൽ വേണം, പ്രതീകത്തിൽ കൂടി വേണം അവനത് ലഭിക്കാൻ. ആ മുദ്ര നമുക്ക് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് തന്നെ 2 പേരിൻ്റെ 1:12 പറയുന്നു മുദ്രയെ പറ്റി. മുദ്ര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവകാശം ദൈവത്തിനായി, പുത്രനായി. അതുപോലെ നമുക്ക് കൃപാവരം ലഭിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു, പാപവരം ലഭിക്കുന്നു, പുതിയ ജീവൻ ലഭിക്കുന്നു, വീണ്ടെടുപ്പുകാരനാകുന്നു, കർത്താവിൻ്റെ സഹോദരനാകുന്നു. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഈ മാമോദീസ ലഭിക്കുകയാണ്. നിങ്ങൾ വെറുതെ കൊണ്ട് വെള്ളത്തിൽ വയ്ക്കുക. നിങ്ങൾക്ക് വെള്ളത്തിൽ ബുക്കൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. വെറുതെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ മതി. ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അർത്ഥമുണ്ട് മാസ്റ്ററെ. ഞാൻ വിശ്വസിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ കഴിഞ്ഞു. കൊച്ചുങ്ങളങ്ങനെ ചെയ്യാം, പിന്നെ പഠിപ്പിക്കണം. അതിൽ പഠിപ്പിച്ചിട്ട് വലിയ ആളുകളെ ചെയ്യണം. എന്തോ പഠിപ്പിക്കലുകൾ ചെയ്യണം. ദൈവം എന്താന്ന് പോലെ അറിയാൻ പാടുന്നവർ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അവർ പോലും മനസ്സിലാവും. തന്നെയല്ല അതിനകത്ത് വാലിഡില്ല. ഒരു കയ്യൊപ്പില്ലാത്ത പട്ടക്കാരനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് പറയുന്നത് ക്രിസ്തു പരിശുദ്ധാത്മാവ് മൂലം അധികാരപ്പെടുത്തിയിട്ടുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ക്രിസ്തു ആകയാൽ അത് സ്വീകരിക്കുന്നവന് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. ക്രിസ്തു പരിശുദ്ധാത്മാവ് മൂലം അധികാരപ്പെടുത്തിയിട്ടുള്ളവർ, പരിശുദ്ധാത്മാവിനെ ഊതിക്കൊട്ട് അധികാരം കൊടുത്തത്, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് അവരല്ല, കർത്താവാകയാൽ സ്വീകരിക്കുന്നവന് ദൈവകൃപ ലഭിക്കുന്നതാണ്. നിങ്ങളെ ആരാധീനപ്പെടുത്തിയ ഭാഷ എന്ന് പറഞ്ഞ് മാമോദീസ വെക്കാൻ, നിങ്ങളെ പെന്തക്കോസ്തുകാരെ ആരാധീനപ്പെടുത്തിയ മാമോദീസ വെക്കാൻ ഏതെങ്കിലും കൈവപ്പ് നിങ്ങൾക്കുണ്ടോ? പിന്നെ എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? സർക്കസാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. ജയിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ മുട്ടാറ്റ് പറയുക, അസൂയപ്പെടുക, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ എപ്പോഴും നമ്മൾ പറയും, മെത്രാന്മാരുടെ ഉറുപ്പ് ഒരാളുടെ ചുവപ്പ്, ഒരാളുടെ കറുപ്പ്, ഒരാളുടെ നീല, ഒരാളുടെ പച്ച, ഇങ്ങനെ വെറുതെ ആളുകളെ കുറ്റം പറയും. മെത്രാന്മാരെ കുറ്റം പറയും, കോറോപ്പിസ്മാരെ കുറ്റം പറയും, അച്ഛന്മാരെ കുറ്റം പറയും, എല്ലാവരെയും കുറ്റം പറയാൻ മിടുക്കനായിട്ട് ഇങ്ങനെ നടക്കണം. കുറ്റം പറഞ്ഞാണ് ആളുകളെ സഭയിലേക്ക് ചേർക്കാൻ നോക്കുന്നത്. പുത്രത്വം ലഭിക്കുകയാണ്, നിസ്സാര കാര്യമല്ല. ആദാം നഷ്ടപ്പെടുത്തിയ പുത്രത്വം ഈ കൊച്ചിന് ലഭിക്കുകയാണ് ഈ മാമോദീസ. നിങ്ങൾക്ക് എന്ത് പുത്രത്വമുണ്ട്? നിങ്ങൾക്ക് പുത്രത്വം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലൂല. പുത്രത്വം ലഭിച്ചവരെ അധികാരമുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെപ്പോഴും ദാസന്മാരെ തന്നെയാണ്. അതാണ് കർത്താവിൻ്റെ ദാസൻ എന്നുള്ള നിങ്ങളുടെ എതിര് പറഞ്ഞു. ഞങ്ങളെ ദാസനല്ലാത്ത പറയല്ലോ, ഞങ്ങളെ ദാസൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും ദാസൻ. ദൈവത്തിൻ്റെ മക്കളാണ്. അത് ശരിയായ മാമോദീസ കിട്ടണം, അല്ലാണ്ടൊന്നും രക്ഷയില്ല. പരിശുദ്ധനായ പൗലോസ് തീമോഥെയോസിനോട് പറയട്ടെ, കൈവപ്പ് പോലെ നിനക്ക് ലഭിച്ച കൃപ നീ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയണല്ലേ. ശമരിയയിലെ എഫേസോസിലും സ്ഥാനമേറ്റെങ്കിലും പരിശുദ്ധാത്മാവ് വന്നില്ല. അപ്പോൾ പത്രോസ് യോഹന്നാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കൈവെപ്പ് കൊടുക്കുക. കൈവെപ്പ് ഒരു ക്രിയയാണ്, ഒരു കർമ്മമാണത്. ഈ പട്ടക്കാരനും മാത്രമേ അവകാശമുള്ളൂ, അല്ലെ അപ്പോസ്തലന്മാർക്കും അവർ വട്ടം കൊടുത്ത പിൻഗാമികളാണ്. 1 യോഹന്നാൻ 2:20 പറയുന്ന അഭിഷേക തൈലം കൊണ്ടുള്ള അഭിഷേകം 1:20-27 പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:20-27 പറയുന്നുണ്ട്. മർക്കോസ് 6:13 പറയുന്നുണ്ട്. തൈലം പൂശി പ്രാർത്ഥിച്ചു എന്നൊക്കെ. ഇതൊക്കെ മാഷ ആദ്യം വേദപുസ്തകം വായിക്കും. ശരിക്കും അവിടെ കുറച്ച് വായിച്ചിട്ട് കിടന്നുകൊണ്ട് വെറുതെ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. പക്ഷേ വേദപുസ്തകം ശരിക്കും വായിച്ച് പഠിക്കുക, അത് ആവശ്യമായിട്ടുള്ളൂ. അല്ലാണ്ട് ഈ വെറുതെ മനുഷ്യരെ കളിയാക്കുന്നൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലരുടെയൊക്കെ ധാരണ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നാൽ കേവലം ഒരു മാനസികമായ ഒരു അനുഭവമാണെന്നാണ്. ഒരിക്കലുമല്ല.
അത് പ്രത്യക്ഷമായ അടയാളങ്ങൾ കർത്താവ് ആദ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശരിയായ സ്നാനം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമെന്ന് തന്നെയാണ് അർത്ഥം. അതിൻ്റെ പ്രതീകമായിട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് വെള്ളം, ഒരു പ്രതീകമാണ് മോറോൻ. അത് മനസ്സിലാക്കണം. സ്ലേഹാന്മാരുടെ മേൽ തീനാമിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നില്ലേ? കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിയല്ലേ കൊടുത്ത്. ചില കർമ്മങ്ങൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ അവിടെ നടക്കും. എല്ലായ്പ്പോഴും അത് നടത്തി കിടക്കേണ്ട കാര്യമില്ല. അതൊക്കെ മനസ്സിലാക്കാണ്ട് ചുമ്മാ ഒരു മാനസികമായ ബോധ്യമല്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ചു. ദൃശ്യമായ കർമ്മത്തിൽ കൂടിയാണ് അതിന് അധികാരമുള്ളവർ നൽകിയത്. കയ്യൊപ്പുള്ള പട്ടക്കാരൻ ദൃശ്യമായ അടയാളത്തിൽ കൂടിയാണ് നൽകിയത്. കാരണം ഇങ്ങനെ 2-3 അടയാളം ഉണ്ടായിട്ടുണ്ട് അതിന്. കർത്താവരുടെ മേൽ ഊതി, ആ ഊത്ത് ഇവിടെ നടക്കുന്നത്. പണ്ട് ഊതിയില്ലേ, ആദമിന് കൊടുത്ത് ഇവിടെ ജീവൻ നൽകാൻ അത് കൊടുക്കണത്. ആരുടെ ജീവൻ? കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജീവൻ. അതൊക്കെ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കാണ്ട് വെറുതെ അതും പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. കർമ്മങ്ങൾ വേണം. അത് സർക്കസ് കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാൻ. ഞാൻ നിർത്താൻ പോകണം. കുർബാന അനുഭവിക്കുന്നത് നിങ്ങൾക്ക് കുർബാനയില്ലല്ലോ. നിങ്ങളത് ശരീരം എടുക്കാൻ കണക്കാക്കിയിട്ടില്ല. ഞാനത് ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വെള്ളത്താലും ആത്മാവുള്ള സ്നാനം എന്ന കർമ്മം മൂലം ദൈവരാജ്യത്തിന് അവകാശിയിട്ടും പുത്രസ്വീകാര്യനായിത്തീരും, വീണ്ടും ജനിക്കും, പാപമോചനം കിട്ടും. ഇതൊക്കെ പൂർണ്ണമായിട്ട് ലഭിക്കും. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ അധികാരമില്ല, ഒന്നും കിട്ടിയില്ല. വെറുതെ മറ്റുള്ളവർ കുറ്റം പറയാൻ മാത്രം. ആനവനെങ്കിലും ആനൂതൻ താനേൽക്കും സഭയും ശാപം. പരിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞാട്ടെ, ഞാൻ പറഞ്ഞല്ല. ഞാൻ ആരെയും ശപിക്കുന്നുമല്ല. ഞങ്ങളെ നിങ്ങൾ അറിയിച്ചു ഒഴിച്ച് വേറൊരു വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. ശരിയായ അർത്ഥം മനസ്സിലാക്കുക. ഇനി സർക്കസാണെന്നും പറഞ്ഞ് ഞങ്ങളെ കളിയാക്കരുത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.